വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസ് പ്രതി ജിതിൻ ഭാസ്കറിന്റെ മൊബൈൽ ഫോൺ റീസെറ്റ് ചെയ്തതായി SIT. ജില്ലാ ഫോറൻസിക് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് വിവരങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. കേസിൽ UDF പോലീസ് ഗൂഢാലോചന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CPIM വടകര ഘടകം SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിവാദമായ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം പുരോഗമിക്കവേ നിർണായക വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. കേസിൽ പ്രതിയായ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ മൊബൈൽ ഫോൺ റീസെറ്റ് ചെയ്ത് വിവരങ്ങൾ പൂർണ്ണമായി മായ്ച്ചു കളഞ്ഞതായി ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി. ഇത് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് SITയുടെ പ്രാഥമിക നിഗമനം. ഫോൺ റീസെറ്റ് ചെയ്തെന്ന ചോദ്യം ചെയ്യലിൽ ജിതിൻ സമ്മതിച്ചെന്ന് SIT വൃത്തങ്ങളും അറിയിക്കുന്നു. കോഴിക്കോട് ജില്ലാ ഫോറൻസിക് ലാബിലായിരുന്നു പ്രാഥമിക പരിശോധന. കൂടുതൽ വിവരങ്ങൾക്കായി തിരുവനന്തപുരത്തെ ലാബിലേക്ക് ഫോൺ വിശദ പരിശോധനയ്ക്ക് അയക്കും. ഡിജിറ്റൽ തെളിവുകൾ പൂർണ്ണമായി ലഭിക്കാത്ത സാഹചര്യത്തിൽ പ്രതിയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ തെളിവെടുപ്പ് നടത്തുന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ഫോണിലെ വിവരങ്ങൾ പൂർണ്ണമായി തിരിച്ചെടുക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ നിലവിലുള്ള വലിയ വെല്ലുവിളി. അതേസമയം അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് CPIM കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിന്റെ ആരോപണം. അറസ്റ്റ് നീതിപൂർവമുള്ളതല്ലെന്നും ഒരു DYFI കാരനും സ്ക്രീൻഷോട്ട് നിർമ്മിച്ചിട്ടില്ലെന്നും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പറഞ്ഞു. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം ഇതുവരെ കണ്ടെത്താത്തത് ചൂണ്ടിക്കാട്ടിയാണ് CPIM പ്രതിരോധം. ഇവിടെ നടന്ന സംഭവങ്ങളുടെ പരമ്പരയിൽ കോൺഗ്രസും ലീഗുമാണ് അതിന്റെ പിറകിൽ മുഴുവൻ പ്രവർത്തിച്ചത്. ഒരു CPM പ്രവർത്തകനും ഇന്നേവരെ പ്രവർത്തിച്ചിട്ടില്ല. അവരെ ആരെങ്കിലും പഴയകാല കാര്യങ്ങൾ വെച്ചുകൊണ്ട് പോലും അത്തരം ക്രിമിനലുകളെ അന്വേഷിക്കാൻ പോലും തയ്യാറാകാത്ത പോലീസ് മേധാവികൾ നിങ്ങൾ പരിശോധിക്കണമത്. കേസിൽ UDF പോലീസ് ഗൂഢാലോചന അവസാനിപ്പിക്കുക, കള്ളക്കേസുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി വടകര റൂറൽ SP ഓഫീസിലേക്ക് CPIM മാർച്ച് നടത്തി. കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ജിതിനെ ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കും. ആവശ്യമെങ്കിൽ വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകാനാണ് SITയുടെ നീക്കം. ന്യൂസ് മലയാളം, കോഴിക്കോട്.